ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഡയറക്ടറാണ്. ഉസ്ബെക്കിസ്ഥാനിൽ MBBS ചൂസ് ചെയ്യുമ്പോൾ വൈ DWORD എന്നൊരു വലിയ ചോദ്യത്തിന് ഞാൻ തന്നെ ഉത്തരം പറയാം. ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടേതായ ഒരു ടീം തന്നെയുണ്ട്. ഒരു സ്റ്റുഡൻറ് ഈ രാജ്യത്ത് വന്നാൽ അവരുടെ പിക്കപ്പ്, അവരുടെ അക്കോമഡേഷൻ, അവർക്കുള്ള ഫുഡിൻ്റെ ഫെസിലിറ്റീസ്, മെസ് ഫെസിലിറ്റീസ്, അതേപോലെ അവർക്ക് 6 കൊല്ലത്തേക്കുള്ള സർവീസ്. യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങളല്ല, ഒരു കുട്ടിക്ക് ഒരു അസുഖം വന്നാലും എന്തെങ്കിലും ഒരു എമിഗ്രേഷൻ്റെ ക്വസ്റ്റ്യൻ വന്നാലും ഇവർ അസിസ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ഏകദേശം 12 സ്റ്റാഫുള്ള ഞങ്ങളുടേതായ ഒരു ടീം തന്നെ ഉസ്ബെക്കിസ്ഥാനിലുണ്ട്. +2 കഴിഞ്ഞ് MBBS എവിടെ ചെയ്യാം എന്നുള്ളൊരു വലിയൊരു ചോദ്യം ഇത്രയായിട്ടാണ് ഞങ്ങളുടെ ബുഹാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, വൺ ഓഫ് ദ ഫേമസ് യൂണിവേഴ്സിറ്റീസ് ഇൻ ഉസ്ബെക്കിസ്ഥാൻ. ഈ യൂണിവേഴ്സിറ്റി കുറച്ച് പ്രത്യേകതകളുണ്ട്. സോ നമുക്ക് എന്തായാലും യൂണിവേഴ്സിറ്റി ക്ലിനിക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ഒന്ന് കയറി കാണാം. സോ നമ്മൾ നേരത്തെ പ്രോട്ടോടൈപ്പ് കണ്ടു. യൂണിവേഴ്സിറ്റിയുടെ ക്ലിനിക്കൽ ബിൽഡിങ്. ഇതാണ് യൂണിവേഴ്സിറ്റി ക്ലിനിക്കൽ ബിൽഡിങ്ങിൻ്റെ എൻട്രൻസ്. നമുക്കൊന്ന് കയറാം. ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചറിൽ യൂണിവേഴ്സിറ്റി നമുക്ക് മൊത്തത്തിൽ നടന്ന് കണ്ട് എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. സോ അതിനൊരു പ്രോട്ടോടൈപ്പ് ഇവിടെ തന്നെയുണ്ട്. ഇതാണ് ആ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ്. ഇവിടെയാണ് സ്റ്റുഡൻസിൻ്റെ തിയറി ക്ലാസ്, അതേപോലെ ഇൻ്റർനാഷണൽ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. ഈ കാണുന്ന റൈറ്റ് സൈഡിലുള്ള ബിൽഡിംഗ് ആണ് യൂണിവേഴ്സിറ്റിയുടെ ക്ലിനിക്കും, അതേപോലെ തന്നെ അവിടെ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ നടക്കുന്ന ബിൽഡിംഗ്. ബാക്കിൽ നിങ്ങൾക്ക് കാണാം യൂണിവേഴ്സിറ്റിയുടെ അക്കോമഡേഷൻ ഫെസിലിറ്റീസ് ആണ് ബാക്കിലുള്ളത്. സോ ഈ ഒരു ക്ലോസ്ഡ് ക്യാമ്പസിലുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം സ്റ്റുഡൻസിൻ്റെ എക്സ്ട്രാ എക്സ്പെൻസ് വരുന്നില്ല 6 കൊല്ലത്തേക്ക്. അവർക്ക് ട്രാവൽ ചെയ്യണം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവരുടെ ഹോസ്പിറ്റലിലോട്ട്, ഇങ്ങനെ ട്രാവലിംഗ് എക്സ്പെൻസ് തന്നെ ഒരു 6 കൊല്ലത്തേക്ക് ഒരു നല്ലൊരു എമൗണ്ട് ആവും. വേറെ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ ഈ യൂണിവേഴ്സിറ്റി ഒരു ക്ലോസ്ഡ് ക്യാമ്പസിൽ പഠിക്കുമ്പോൾ ഈ ഒരു എക്സ്പെൻസ് നിങ്ങൾക്ക് മാറ്റാം. ഉസ്ബെക്കിസ്ഥാനിലെ എല്ലാ യൂണിവേഴ്സിറ്റീസിലും സെയിം സിലബസ് ആയതുകൊണ്ടും ഈ യൂണിവേഴ്സിറ്റി 3rd നമ്പർ റാങ്കിങ് ആയതുകൊണ്ടും ഈ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പെൻസ് എന്തായാലും കുറയ്ക്കാം. ഇപ്പോൾ ആദ്യം വിചാരിച്ച് വലിയൊരു പാർക്കിലോട്ട് കയറുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. സ്റ്റുഡൻസിൻ്റെ കാര്യത്തിൽ വളരെ ഈസി ആയിട്ട് അവർക്ക് ട്രാവൽ ചെയ്യാനും, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിങ്ങൾക്ക് കാണാം തൊട്ട് പിന്നിൽ നിൽക്കുന്ന ബിൽഡിംഗ് ആണ് അതിൻ്റെ ഹോസ്റ്റലിൽ നിന്ന് യൂണിവേഴ്സിറ്റി 1 മിനിറ്റ് പോലും നടന്ന് വരാൻ പറ്റുന്ന ദൂരത്തിലാണ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും അവരുടെ ഹോസ്പിറ്റലാണെങ്കിലും. ഇതിൻ്റെ ഒരു വലിയൊരു ഗുണം നമുക്കറിയാം, ഒരു 4 പീരീഡ് ആയിരിക്കും നോർമലി ഒരു ദിവസം ഉണ്ടാവാം. ഇതിനിടയിൽ ഫസ്റ്റ് പീരീഡും 3rd പീരീഡും ഉള്ള ദിവസങ്ങളിൽ ഒരു സ്റ്റുഡൻറ്റിന് ഒന്ന് ഹോസ്റ്റലിൽ പോയി റെസ്റ്റ് ചെയ്യാനോ എന്തെങ്കിലും സ്നാക്സ് കഴിക്കാനോ. സോ ഈ ഒരു കൺസ്ട്രക്ഷൻ, ഈ ഒരു ക്യാമ്പസ് വളരെ ഹെൽപ്ഫുള്ളാണ്. ബുഹാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എല്ലാവർക്കും അറിയാം 3rd നമ്പർ റാങ്കിങ്ങിലുള്ള യൂണിവേഴ്സിറ്റിയാണ്. ട്യൂഷൻ ഫീസ് വെറും 3500 വരുന്നത്. ഒരു ഒരു ക്ലോസ്ഡ് ക്യാമ്പസിലുള്ള യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ്, അതേപോലെ തന്നെ അക്കോമഡേഷൻ ഫെസിലിറ്റീസും സ്റ്റുഡൻസിന് ആവശ്യമുള്ള സൂപ്പർ മാർക്കറ്റും അവരുടെ ക്ലിനിക്കൽ പ്രാക്ടീസിന് ആവശ്യമുള്ള ഹോസ്പിറ്റൽ ഫെസിലിറ്റീസും അടങ്ങുന്ന ഒരു ക്യാമ്പസാണ് ഈ യൂണിവേഴ്സിറ്റി ഉള്ളത്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന് എവിടെ മാറുള്ളതെങ്കിൽ ട്രാവൽ ചെയ്യണം, ഇവിടെ തന്നെ പഠിക്കാം, ഇവിടെ തന്നെ പ്രാക്ടിക്കൽസ് ചെയ്യാം, ഇവിടെ തന്നെ താമസിക്കാം. സോ അവരുടെ ഒരു ട്രാവലിംഗ് എക്സ്പെൻസ് ഇൻസൈഡ് ദ സിറ്റി അവർക്ക് സേവ് ചെയ്യാം. നമുക്ക് പിന്നിലാണ് യൂണിവേഴ്സിറ്റിയുടെ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ അവരുടെ ക്ലിനിക്കൽ പ്രാക്ടീസ് നടക്കുന്ന ബിൽഡിംഗ് ആണ്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഹൗസാണ് ബാക്കിൽ കാണുന്നത്. ഈ ഒരു സൈഡിലാണെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ്, അതായത് ഇവിടുത്തെ സിറ്റിസൻസിൻ്റെ ആണെങ്കിലും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ആണെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ്, അവിടെയാണ് സ്റ്റുഡൻസിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റേഷൻ, രജിസ്ട്രേഷൻ. ഈ ഒരു ക്യാമ്പസിന് വേറെ പ്രത്യേകതയുണ്ട്. ഇവിടെ ക്ലിനിക്കൽ നടക്കാനും, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ, അല്ലെങ്കിൽ അക്കോമഡേഷൻ മാത്രമല്ല, സ്റ്റുഡൻസിന് വേണ്ടുള്ള എല്ലാ കരിക്കുലർ ആക്ടിവിറ്റീസിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഈ യൂണിവേഴ്സിറ്റി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് പിന്നിലാണ് അവരൊരു സ്പോർട്സ് കോംപ്ലക്സ് ആണ്, അതായത് ഇൻഡോർ സ്റ്റേഡിയം അടങ്ങുന്ന, അല്ലെങ്കിൽ ഒരു ജിം അടങ്ങുന്ന എല്ലാ ഫെസിലിറ്റീസും സ്റ്റുഡൻസിന് വേണ്ടി യൂണിവേഴ്സിറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ യൂണിവേഴ്സിറ്റിയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ് ഞാൻ കാണിച്ചു. ഈ ഒരു ക്യാമ്പസിൽ തന്നെ യൂണിവേഴ്സിറ്റിയുടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം യൂണിവേഴ്സിറ്റിയുടെ പ്രാക്ടിക്കൽ ക്ലാസ്സുകളും അവരുടെ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ബിൽഡിംഗ്, യൂണിവേഴ്സിറ്റി റൈറ്റ് സൈഡിലുള്ള ബിൽഡിംഗ്. ഈ ഒരു ഭാഗത്തായിട്ട് അവരുടെ സ്പോർട്സ് കോംപ്ലക്സ്, അതായത് അവർക്കുള്ള ജിമ്മും, അവർക്കുള്ള ഫുട്ബോൾ കളിക്കാനുള്ള ഏരിയ, അവരുടെ അക്കോമഡേഷൻ ഏരിയ,
സ്റ്റുഡൻസിന് വേണ്ടി ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റും ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുണ്ട്. സ്റ്റുഡൻസിന് വേറെ എവിടെയും പുറത്തു പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ കാണാം. ഇതെല്ലാം ഈ എല്ലാ ഫെസിലിറ്റീസും യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സ്റ്റുഡൻസിന് വേണ്ടി അവർ ഒരുക്കിയിരിക്കുന്നതാണ്.